ക്ലബ് ഫുട്ബോളിലേക്ക് വന്നാൽ ബാഴ്സലോണയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ബാഴ്സലോണയുടെ ഹൈലൈൻ വലിയ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഉള്ളത്. അവർ തുടർച്ചയായി 2 മത്സരങ്ങൾ തോൽക്കുന്നു. അപ്പോൾ പലരും പറയുന്നു ഹാൻസി ഫ്ലിക്ക് എക്സ്പോസ്ഡ് എന്ന്. അങ്ങനെ 2 കളി കൊണ്ട് വിലയിരുത്താനായോ നമുക്ക്? ഇല്ല, എക്സ്പോസ് എന്ന് പറയാം. പക്ഷെ പ്രശ്നം ഉണ്ടെന്ന് ഹാൻസി ഫ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടാവും. അത് പ്രശ്നം തുടങ്ങി വെച്ചത് തൻ്റെ പഴയ ടീമാണ്. കഴിഞ്ഞ ഒക്ടോബർ 2024 ബായൺ മ്യൂണിക്ക് മറ്റേ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വന്ന് തോറ്റു, 4-1 തോറ്റു ബാഴ്സലോണയോട്. പക്ഷെ ഒരു ഗോൾ അടിച്ചത് ഹാരി കെയ്ൻ. ആ ഗോളാണ് ഇപ്പം എല്ലാ ടീമും കോപ്പി ചെയ്യുന്നത്. ഹാരി കെയ്ൻ ഒരു 2-3 മീറ്റർ ഓഫ് സൈഡ് നിന്നിട്ട് വേണച്ച് ഈ ഹൈലൈൻ കളിക്കുമ്പോൾ നമുക്ക് അറ്റാക്കിങ് കളിക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഹൈലൈൻ കളിക്കുന്നത്. അവർ നമ്മുടെ പുറകെ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കണം. അത് ഡിഫൻഡേഴ്സിന് എപ്പോഴും ഒരു പ്രശ്നം. അപ്പം ആ കളിയിൽ 1-0 ബാഴ്സ മുന്നിൽ നിൽക്കുമ്പോൾ ഹാരി കെയ്ൻ 3 മീറ്റർ ഓഫ് സൈഡ് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് മൈക്കിൾ ഒളീസെ ഇപ്പുറത്തെ വിങ്ങിലേക്ക് സെർജ് ജിനാബ്രിക്ക് ക്രോസ് കൊടുക്കണം. ജിനാബ്രിയുടെ ബോൾ എത്തുമ്പോഴേക്കും കെയ്ൻ ഓൺ സൈഡായിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ PSG ചെയ്തത്. ഗോൺസാലോ റാമോസ് വേണിച്ച ഓഫ് സൈഡായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ റൈറ്റ് വിങ്ങില് ഹക്കീമി ഓൺ സൈഡാണ്. ഹക്കീമിന്റെ ബോൾ എത്തുമ്പോഴേക്കും പക്ഷെ ഇവൻ ഓൺ സൈഡായി വന്നു. അപ്പൊ അതെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കും അവർ തീർച്ചയായിട്ടും. ഇപ്പം എല്ലാ നല്ല കോച്ചിനെയും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരത് 100 തവണ കണ്ടിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ കൊല്ലം PSG ഒക്കെ എന്ത് മോശമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ജയിച്ചത്. ഈ മാസമാണ് എൽ ക്ലാസിക്കോ വരാനിരിക്കുന്നത്. അപ്പൊ എന്തായാലും എംബാപ്പെ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. അവര് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പോണേ. വിനീഷ്യസോ എംബാപ്പെ ഏതെങ്കിലും ഒരാൾ എപ്പോഴും ഓഫ് സൈഡ് ആയിരിക്കും. ആ പൊസിഷനായിരിക്കും അവർ എടുക്കുക. അത് ബാസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ആ കളി തീരുമാനം. ആഞ്ചലോട്ടി ആയിരുന്നു കഴിഞ്ഞ തവണ ഈ ട്രാപ്പിൽ പെട്ടുപോയത്. സാബി അലോൺസോക്ക് അത് പൊളിക്കാൻ പറ്റി. ഈ ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അതേസമയം തന്നെ അത് ഭയങ്കര അപകടകരമായ. ബാഴ്സലോണയ്ക്ക് പറ്റിയിട്ടുള്ള വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ പാവ് കുബാർസി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ആണ് ശരിക്കും. അത്രയും കഴിവുള്ള ഒരു സെന്റർ ബാക്ക് ആണ്. പക്ഷെ അത്രയും ചെറുപ്പമായിട്ടുള്ള ഒരു കളിക്കാരന് കൂടെ ഒരു സീനിയർ വേണം. ഇനിഗോ മാർട്ടിനസ് ഉണ്ടായിരുന്നു ഗൈഡ് ചെയ്യാൻ. ഇപ്പോൾ ലിവർപൂള് ലിയോണി പാവ ഇപ്പൊ പുറത്താണ് ഒരു കൊല്ലം. പക്ഷെ സൈൻ ചെയ്യാൻ ഒരു പ്രധാന കാരണം അവിടെ വാൻഡൈക്ക് ഉള്ളപ്പോൾ അവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആയിരുന്നു ഇനിഗോ മാർട്ടിനസ് അവിടെ ബാഴ്സലോണയ്ക്ക്. ഇപ്പൊ പെട്ടെന്ന് ആ ഒരു സീനിയർ ഫിഗർ ഇല്ല. തിരിഞ്ഞു നോക്കുമ്പോ ഈ ഹൈലൈൻ കളിക്കണമെങ്കിൽ അത് കമാൻഡ് ചെയ്യാൻ ഒരാൾ. വാൻഡൈക്ക് ഇപ്പൊ കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് അതാണ് ലിവർപൂൾ ഹൈലൈൻ കളിക്കുമ്പോൾ വാൻഡൈക്കാണ് അത് എപ്പം നിങ്ങൾ മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പൊ ആ ഒരു കളിക്കാരനില്ലാത്ത കുറവും കൂടി ഇപ്പൊ കാണുന്നുണ്ട്. ഇനി നമുക്ക് റയലിനെ കുറിച്ച് പറയാം. റയൽ സാബി അലോൺസോക്ക് കീഴിൽ ഇതുവരെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണുള്ളത്. പക്ഷേ അവർ വലിയ മാച്ചുകൾ വരുന്ന സമയത്ത് ഇപ്പോഴും തോൽക്കുന്നു. നമ്മൾ ആ ക്ലബ് ലോകകപ്പിൽ PSG തോറ്റ വലിയ പരാജയത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് ഒരു അത്ലറ്റിക്കോയോട് വലിയൊരു പരാജയം നേരിടുന്നതാണ്. ശരിക്കും സാബി അലോൺസോ അങ്ങനെ മാറ്റിപ്പണിയുന്ന ഒരു സമയത്താണോ ഉള്ളത്? അത് സാധ്യമാണ് എത്ര കണ്ട്? ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നു അലോൺസോ കളിക്കാരെ വിലയിരുത്തും. ഏതൊക്കെ കളിക്കാർക്ക് എനിക്ക് ഒരു ലോങ് ടേം ഒരു 2-3 സീസണിന് എനിക്ക് വേണ്ടി കളിക്കാൻ പറ്റും, ഏതൊക്കെ കളിക്കാരെ ഒഴിവാക്കണം, ആരുടെയൊക്കെ ആറ്റിറ്റ്യൂഡാണ് ശരി, ആരുടെ ശരിയല്ല, ഇതൊക്കെ പല കളിക്കാരോട് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എൻട്രിക്കിനോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ചാൻസ് അധികം കിട്ടാൻ പോകുന്നില്ല, വേണമെങ്കിൽ ലോണിൽ പോയിക്കോളൂ. വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് എൻട്രിക്ക് ഇപ്പോൾ 5 മാസമായിട്ട് കളിച്ചിട്ടില്ല. കഴിഞ്ഞ മെയിലോറ്റാണ് അവസാനം കളിച്ചത്. അതേപോലെ റോഡ്രിഗോന്റെ ചാൻസസ് കുറവായിരിക്കും. പല കളിക്കാർക്കും ആ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന് വലിയൊരു സൈനിങ് ആയിരുന്നു, പക്ഷെ ഒരു ഗ്യാരണ്ടിയും കൊടുത്തിട്ടില്ല. ചില കളിയിൽ കാർവഹാൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് ഓരോ
കളിയുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് അലോൺസോ സെലക്ട് ചെയ്യും ആ ടീമിനെ. അതേസമയം തന്നെ അദ്ദേഹം യങ്സ്റ്റേഴ്സിനെ വല്ലാതെ യൂസ് ചെയ്യുന്ന നമുക്ക് കാണാം. ഇപ്പോൾ ആർദ ഗുള്ളർ ആഞ്ചലോട്ടി സിസ്റ്റത്തിൽ അധികം അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ആർദ ഗുള്ളറിന് നിരന്തരമായ അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ പണ്ടത്തെ ലെവർക്യൂസൻ ടീമിൽ ഫ്ലോറിയൻ വിയർട്സ് ചെയ്തിരുന്ന പോലത്തെ ഒരു റോളാണ് ഇപ്പോൾ ഗുള്ളറിനെ കൊണ്ട് റയലിൽ കളിപ്പിക്കാൻ നോക്കുന്നത്. അത് ആവശ്യമാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കളിക്കാരന് കുറച്ച് ഫ്രീഡം കൊടുത്തു നല്ല കളിക്കാരനാണ്. അപ്പൊ അങ്ങനത്തെ കളിക്കാരനാണ് ഇവർക്ക് ചാൻസസ് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പൊ മറ്റേ ഫ്രാങ്കോ മസ്റ്റൻറ്റോണോ വന്നിട്ടുണ്ട്, വേറെ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഇവരൊക്കെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് എന്തായാലും ഒരു അര സീസണെങ്കിലും വേണം ശരിക്കും ഒന്ന് സെറ്റിൽ ചെയ്യാൻ. ചില കളിയൊക്കെ നന്നായി കളിക്കായിരിക്കും, പക്ഷെ മോശം കളി ഉണ്ടാവും തീർച്ചയായിട്ടും. ആരും 100% സെറ്റിൽ ചെയ്യാൻ പോകുന്നില്ല ഒരു പുതിയ ക്ലബിൽ വന്ന ഉടനെ. അപ്പം എന്തായാലും ആ ഒരു ടൈം കൊടുക്കും കളിക്കാർക്ക്. പിന്നെ വേറെ ചില കളിക്കാർ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ടാവും എനിക്ക് ഇവനെ വേണ്ട, ഒന്നുമില്ലെങ്കിൽ ജനുവരിയിൽ അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ തട്ടുവരെ. ഓക്കെ, ഇനി നമുക്ക് ലിവർപൂളിൻ്റെ ക്രൈസിസുകളെ കുറിച്ച് സംസാരിക്കുന്നത്. അവസാനമായിട്ട് 3 കളി ഇവർ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ലിവർപൂൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാക്കേജിൽ സൈനിങ്ങൾ നടത്തിയൊരു സീസണാണിത്. 200 മില്യൺ സൈനിങ്സ് ഉണ്ട് അവർക്ക്. പക്ഷേ വലിയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായ മത്സരങ്ങൾ തോൽക്കുന്നു. പക്ഷെ വലിയ പ്രശ്നമാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഈ തോൽവികളൊക്കെ കഴിഞ്ഞിട്ടും പ്രീമിയർ ലീഗ് ടേബിളിൽ 1 പോയിന്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ, 10 പോയിന്റ് അല്ല. അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ 1 കളിയാണ് തോറ്റിട്ടുള്ളൂ. അതും എനിക്ക് തോന്നുന്നില്ല അധിക ടീമുകൾ ഇസ്താൻബുളിൽ പോയിട്ട് ഗാലറ്റാസറായി തോൽപ്പിക്കുന്നു ഈ സീസൺ, അവർക്കുള്ള കളിക്കാരും കോച്ചും ഒക്കെ വെച്ചിട്ട്. അപ്പം അതൊരു വലിയൊരു ക്രൈസിസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. നേരത്തെ പറഞ്ഞ റിയാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ എത്ര നല്ല കളിക്കാരനായാലും ഫ്ലോറിയൻ വിയർട്സ് പുതിയൊരു ലീഗിലേക്ക് വന്നിരിക്കുകയാണ്. ഇസാക്കിനൊരു പ്രീ സീസൺ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉള്ള കളിക്കാരിൽ തന്നെ മെക്കാലിസ്റ്റർ ശരിക്കും ഫോമിൽ എത്തിയിട്ടില്ല, ഫിറ്റ്നസ് ശരിയല്ല. അടുത്തൊരു മാസം മെക്കാലിസ്റ്റർ അധികം കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അധികം മിക്കവാറും സോബോസ്ലായും ഗ്രാവൻബർഗ് ആയിരിക്കും സിറ്റിംഗ് 2 കളിക്കുക. അപ്പം അങ്ങനെ പിന്നെ ഗാക്പോ ഔട്ട് ഓഫ് ഫോമാണ്. സാല കഴിഞ്ഞ 2-3 കളി നന്നായി കളിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ പലരും ഇപ്പൊ തിരിച്ചു വരുന്നത് അന്താരാഷ്ട്ര ബ്രേക്ക് കഴിഞ്ഞ്. സാല ഇപ്പൊ നല്ല എനർജിയോടുകൂടി ആയിരിക്കും തിരിച്ചു വരുന്നത്. ലോകകപ്പ് എത്തി, അപ്പൊ ഫുൾ കോൺഫിഡൻസിലായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി ശരിക്കും ഒരു ടീമിന്റെ അത് മാറ്റാൻ.